പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു ഉദാഹരണമാണ് സീറോ മലബാർ സഭയിലെ ഒരു രൂപതയിൽ എറണാകുളം രൂപതയിൽ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളെടുത്തപ്പോൾ ആ രൂപതയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും അവരുടെ സമയവും പണവും ആരോഗ്യവും എല്ലാം മറന്ന് സഭയുടെ കാവൽക്കാരായി മാറിയതും ബസേലിക്കയ്ക്ക് വേണ്ടി ബസേലിക്കയിൽ അവർ വിശ്വാസ സമരം തുടങ്ങിയതും. വീട്ടിന് തീപിടിക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും അപ്പായമണി മുഴക്കാം. അത് ശരിയാണ്. കർമ്മല കുസുമത്തിൽ വന്നൊരു ലേഖനത്തിൻ്റെ തലക്കെട്ടാണ് അത് ശരിയാണ്. സീറോ മലബാർ സഭയിലെ തൃശ്ശൂർ അതിരൂപതയിലെ ആർച്ച് ബിഷപ്പും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷനുമായിരുന്ന ആൻഡ്രൂസ് താഴ്ത്ത് പിതാവാണ് ഈ അപ്പായമണി മുഴക്കിയതെന്ന് കൂടി വിശ്വാസികൾ ഓർക്കണം. ആഴ്ചകൾ കഴിഞ്ഞ് വെളിപ്പെടുത്തൽ നടന്നിട്ട് സഭയുടെ കാവൽക്കാരൻ എന്ന നിലയിൽ തങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടം അദ്ദേഹം മെത്രാൻ സമിതിയുടെ തലവനായിരുന്ന ഇറങ്ങുന്ന ആ സമയത്താണ് സഭാ വിശ്വാസികളെ അറിയിച്ചത്. സീറോ മലബാർ സഭ അപകടത്തിലാണ്. 3 കാരണങ്ങൾ നിരത്തിയാണ് ഈ അപകടത്തിന് തീവ്രത പിതാവ് ചൂണ്ടിക്കാട്ടിയത്. അതിലൊന്ന് കനത്തതാണ്. നിരോധിക്കപ്പെട്ട ഒരു ഭീകര സംഘടന സീറോ മലബാർ സഭയിൽ നുഴഞ്ഞു കയറി ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതിപ്പോഴും തുടരുന്നു. ഏറ്റവും സംഘടിച്ചു നിൽക്കുന്ന സഭാ വിഭാഗത്തെ ഭിന്നിപ്പിച്ചും വഴക്കടിയിച്ചും തകർക്കാമെന്ന ഒരു അന്തർദേശീയ കണക്കുകൂട്ടലിലാണ് അവർ ഉപകരണമാക്കിയത് സഭയുടെ അടിസ്ഥാന ശിലയായ പരിശുദ്ധ കുർബാനയെ. അതിലേതാണ്ടൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു. ഈ സത്യമാണ് സീറോ മലബാർ സഭയുടെ തൃശ്ശൂരിലെ അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് വിളിച്ചു പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷൻ എന്ന നിലയിലാണ് സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ഈ വെളിപ്പെടുത്തൽ നടത്തിയെന്നുകൂടി ഓർക്കണം. ഇതിനുമുപരി അദ്ദേഹം ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ അദ്ദേഹത്തിന് അവകാശവുമുണ്ട്. അദ്ദേഹം വെളിപ്പെടുത്തിയ സത്യങ്ങൾ പ്രസിദ്ധീകരിച്ചത് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ദിനപത്രമാണ്. ദേശാഭിമാനിയൊന്നുമല്ല. വ്യക്തമായ അറിവുകളും ധാരണകളും ഇല്ലാതെ കത്തോലിക്ക സഭയിലെ ഉന്നത സ്ഥാനങ്ങൾ കൈയാളുന്ന ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ വിളിച്ച് പറയില്ല. എറണാകുളത്തെ പോലെ അല്ല തൃശ്ശൂർ. അദ്ദേഹം കത്തോലിക്ക സഭയുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയായിരുന്നു. എല്ലാ മതങ്ങളുമായും വളരെ നല്ല ബന്ധത്തിൽ പോകാൻ ശ്രമിക്കുന്ന കത്തോലിക്ക സഭയുടെ അംഗമെന്ന നിലയിൽ മറ്റൊരു മതത്തെയും അദ്ദേഹം കുറ്റപ്പെടുത്തിയുമില്ല. ഒരു മതസംഘടനയെ ഒരു തീവ്രവാദ സംഘടനയെ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. സീറോ മലബാർ സഭയുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നിരോധിത ഭീകര സംഘടനയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ സീറോ മലബാർ സഭ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം ഈ നുഴഞ്ഞുകയറ്റമാണ്. അതിന് പിന്നാലെയാണ് നമ്മുടെ ഏകീകൃത കുർബാനയ്ക്കെതിരെ വ്യാപകമായൊരു പ്രചരണം വരെ നടന്നിരിക്കുന്നത്. ഈ തത്വമാണ് ഭീകര സംഘടനകൾ സീറോ മലബാർ സഭയുടെ മേൽ പ്രയോഗിക്കാൻ ശ്രമിച്ചത്. സീറോ മലബാർ സഭയിലെ ഓരോ വിശ്വാസിയോടും കർമ്മല കുസുമത്തിലൂടെ സഭ പറയുന്നത് യഥാർത്ഥ സഭാവിശ്വാസികൾക്ക് പറയാനുള്ളത് ഇതാണ്: ഭയപ്പെടേണ്ട, പക്ഷേ ജാഗ്രതയുള്ളവരായിരിക്കും എന്നാണ്. സഭയെ തള്ളിപ്പറയാൻ പണം മൂലം വിശ്വാസികൾ പ്രേരിപ്പിക്കപ്പെടും. 2000 വർഷത്തെ പാരമ്പര്യത്തിൽ ജീവിച്ചു പോകുന്ന നമ്മുടെ വിശ്വാസം പാറ പോലെ ഉറച്ചതാകണം. പണത്തിന് വേണ്ടി ചരിത്രത്തെയും പാരമ്പര്യത്തെയും സഭയെയും പരിശുദ്ധ പിതാവിനെയും കുർബാനയും ഒക്കെ തള്ളിപ്പറയാനുള്ള പല അവസരങ്ങളും വരും, പല പ്രലോഭനങ്ങളും ഉണ്ടാകും. പക്ഷേ അതിനുമപ്പുറം ആത്മരക്ഷ എന്ന വലിയൊരു സത്യം നമ്മളെ കാത്തിരിക്കുന്നു ഓർക്കണം. സഭ ഒരിക്കലും തകർക്കപ്പെടില്ല, തകർന്ന ചരിത്രവുമില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് സഭയിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. സഭയുടെ ആരംഭം മുതൽ എത്രയോ ദുഷ്ടശക്തികൾ സഭയെ തകർക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും സഭയും വിശ്വാസികളും ഇടവും കൊടുത്തിട്ടില്ല. സത്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അരൂപിയെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കാത്തവർ സ്വയമേവ വഴിമാറി പോകുക എന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്.